ബൈസെപ്സ് കേൾ സാധാരണയായി ചെയ്യുന്ന ആൾക്കാർ ബാർബൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ആടി ഒലഞ്ഞൊക്കെ ഹെവി വെയ്റ്റ്സ് സൂപ്പർ ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായി കാണാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് ഒരു തെറ്റായ രീതിയാണ്. ബൈസെപ്സ് കേൾ എക്സസൈസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരേ ഒരു ജോയിന്റ് എന്ന് പറയുന്നത് എൽബോ ജോയിന്റ് ആണ്. ഇവിടെ ഷോൾഡർ ജോയിന്റിനോ റിസ്റ്റ് ജോയിന്റിനോ കൂടുതലായിട്ടുള്ള മൂവ്മെന്റുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. എൽബോ ജോയിന്റ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് 0 to 130, 140 ഡിഗ്രീസ് ആണ് നോർമലി കാണുന്നത്, ഐഡിയൽ ഫ്ലെക്സിബിലിറ്റി. ഈ ഒരു റേഞ്ചിൽ തന്നെ ഈ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കണം. അതുമാത്രമല്ല ഫുൾ റേഞ്ച് ഓഫ് മോഷനുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആടാതെയോ മൂവ്മെന്റ് ഹിപ്പ് ജോയിന്റ് മൂവ്മെന്റോ ഷോൾഡർ ജോയിന്റ് മൂവ്മെന്റോ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാതെ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. സാധാരണയായി ബൈസെപ്സ് കേൾ പെർഫോം ചെയ്യുമ്പോൾ എൽബോ ജോയിന്റ് ഫ്ലെക്ഷൻ ചെയ്യുന്ന സമയത്ത് തേർഡ് ക്ലാസ് ലിവർ സിസ്റ്റം അനുസരിച്ചാണ് ഈ ഒരു മൂവ്മെന്റ് അവിടെ നടക്കുന്നത്. ബൈസെപ്സ് കേൾ മൂവ്മെന്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് എൽബോ ജോയിന്റ് ബേസ് ചെയ്തിട്ട് ഏകദേശം 130-140 ഡിഗ്രി വരെ നിങ്ങളുടെ അപ്പർ ലിം മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് ഏകദേശം 90 ഡിഗ്രി മൂവ്മെന്റ് ചെയ്ത ആ ഒരു പൊസിഷനിലെത്തുമ്പോൾ മൊമെന്റ് ആം മാക്സിമം വരുന്ന ഒരു കണ്ടീഷനാണ്. അതായത് ആ ഒരു പൊസിഷനിലാണ് ബാർബൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഏറ്റവും ദൂരെ നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ വളരെ കൺട്രോൾ ആയിട്ടുള്ള മൂവ്മെന്റും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വിങ് ചെയ്യാതെ ഹിപ്പ് സ്വിങ് ഒന്നും ചെയ്യാത്ത മൂവ്മെന്റും ഷോൾഡർ സ്വിങ്ങും ചെയ്യാതെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബൈസെപ്സ് മാക്സിമം ലോഡ് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇനി മുതൽ എല്ലാവരും നിങ്ങളുടെ ബൈസെപ്സ് ഡെവലപ്മെന്റുമായി എക്സസൈസ് ചെയ്യുമ്പോൾ, സ്പെഷ്യലി ഈ ബാർബൽ കേൾ ട്രൈ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക.